ഇന്നൊരു ഫിഷ് അച്ചാറാണ്. ചൂര ഫിഷ് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും പിന്നെ ഉപയോഗിക്കുന്നത് പിക്കിളിൻ്റെ പൗഡറും പിന്നെ കാന്താരി മുളക് ഉണക്കിയത്, നല്ലെണ്ണ, വിനാഗിരി, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അച്ചാർ വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് എണ്ണ ഉപയോഗിച്ചിട്ട് ആ പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് നന്നായി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. നല്ലതായിട്ട് എണ്ണയിൽ ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ടൊരു ക്രിസ്പി പരുവത്തിൽ നമ്മൾ ക്രിസ്പിനെസ്സോടുകൂടി തന്നെ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അത് ഏത് അച്ചാർ പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈസ്റ്റേണിൻ്റെ അച്ചാർ പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വീണ്ടും ഒരു പാൻ വെച്ച് എണ്ണ ചൂടാക്കി ആ എണ്ണയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഉലുവായും കടുകും. ഇത് രണ്ടും ചേർത്ത് നമ്മൾ കടുക് താളിക്കാനായിട്ടുള്ള ഇടുകയാണ്. അപ്പോൾ അതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കിനും ഉലുവായും കടുകും ആവശ്യത്തിന്, അത് അവനവൻ്റെ അളവിന് ആവശ്യമായിട്ട്, അത് ഇത്ര ടേബിൾ സ്പൂൺ എന്നൊന്നും പറയാൻ എനിക്കറിയില്ല. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉലുവായും കടുകും ഇട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ ആ വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇട്ട് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വെളുത്തുള്ളി ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. അതിനൊപ്പം തന്നെ വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ അതിലേക്ക് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർക്കുക. അതിൻ്റെ പച്ചമണവും കൂടെ ഒന്ന് മാറി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. അന്നേരമാണ് നമ്മൾ കാന്താരിമുളക്, ഉണക്കി വെച്ചിരിക്കുന്ന കാന്താരിമുളക് ഇടുക. ഒപ്പം തന്നെ ആവശ്യത്തിന് കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി വഴറ്റി എടുക്കുക. അത് നന്നായിട്ടൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് വഴണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഈ എണ്ണ അതേപോലെ അതേ ചൂടോടുകൂടി തന്നെ ഒഴിച്ച് നന്നായി കൈയൊന്നും പൊള്ളിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായി തണുത്തതിന് ശേഷം ആവശ്യത്തിന് വിനാഗിരിയും ചേർത്ത് മീനച്ചാർ ഉപയോഗിക്കാം.